പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. സ്ലീബ പെരുന്നാളിന് ശേഷമുള്ള 6-ാം ഞായർ. ഇന്ന് മിഷൻ ഞായർ കൂടിയാണ്. അതിനാൽ മിഷൻ ഞായറിൻ്റെ വേദവായനയാണ് ഇന്ന് നാം വായിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുന്നു. ചർച്ച് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ സാൽവിഫിക് ആക്ടിവിറ്റി ഓഫ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സഭ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തികളുടെ തുടർച്ചയാണ്. അത് ലോകാവസാനം വരെ തുടരേണ്ട ഒരു പ്രക്രിയയാണ്. ക്രിസ്തുവിൻ്റെ കാലം, അപ്പസ്തോലിക കാലം, സഭയുടെ കാലം എന്ന 3ആയിട്ട് ഈ രക്ഷയുടെ കാലത്തെ നമ്മൾ തിരിക്കാറുണ്ട്. ക്രിസ്തുവിൻ്റെ കാലം സ്വർഗാരോഹണത്തോടുകൂടി അവസാനിക്കുന്നു. അപ്പസ്തോലിക കാലം സ്വർഗാരോഹണം തുടങ്ങി അവസാനത്തെ ശ്ലീഹ മരിക്കുന്നത് വരെ. അത് യോഹന്നാൻ ശ്ലീഹ ആയിരുന്നു. അദ്ദേഹം AD 98 മരിച്ചത് എന്ന ചരിത്രം സാക്ഷിക്കുന്നു. പിന്നെ ലോകാവസാനം വരെ സഭയുടെ കാലമാണ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ യേശുവിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള 40 ദിവസങ്ങൾ തൻ്റെ ഡിപ്പാർച്ചറിന് വേണ്ടി, തൻ്റെ സ്വർഗീയ യാത്രയ്ക്ക് വേണ്ടി ശ്ലീഹന്മാരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ അതിനു മുമ്പ് അവരോട് പറയുന്നു, യു ഗോ ആൻഡ് പ്രീച്ച്. എന്താണ് പ്രീച്ച് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ മെസ്സേജ്? പെന്തിക്കോസ്തിക്ക് ശേഷം പത്രോസ് ശ്ലീഹ ചെയ്യുന്ന പ്രസംഗമുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 2:14 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അത് ദീർഘമായതുകൊണ്ട് ഈ അപ്പസ്റ്റോലിക് കെരിഗ്മ, ശ്ലൈഹികമായ ഈ സുവിശേഷ ഘോഷണത്തിൻ്റെ മാറ്റർ, അതിൻ്റെ സത്തയും സാരാംശവും എന്താണ്? ഒന്ന്, നസ്രായനായ യേശുവാണ് പഴയമത്തിലെ പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ച മിശിഹ. 2, അവൻ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു, പീഡ അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർപ്പിക്കപ്പെട്ടു. അവൻ ഇപ്പോൾ പിതാവിൻ്റെ മഹത്വത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. 3, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തിയും മഹത്വവും വെളിവാക്കുന്നത് സഭയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇതായിരുന്നു പത്രോസിൻ്റെ സുദീർഘമായ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം. അതുപോലെ മഹാ അപ്പസ്തോലനായിരുന്ന പൗലോസ് ശ്ലീഹ ഈ അപ്പസ്റ്റോലിക് കെരിഗ്മ ചുരുക്കി പറയുന്നുണ്ട്. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും
മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3 മുതൽ 4 വരെ വാക്യങ്ങൾ. അതിനാൽ ഈ കർത്താവായ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർ, കർത്താവിൽ വിശ്വസിക്കുന്നവർ, അവരെ ഈ കർത്താവിനെ രക്ഷിക്കാൻ, നിത്യമായി രക്ഷിക്കാൻ സാധിക്കും. അതാണ് സദ്വാർത്ത എന്ന് പറയുന്നത്. എവ് അങ്കേലിയോൺ, ദ ഗുഡ് ന്യൂസ്. വാട്ട് ഈസ് ദ ഗുഡ് ന്യൂസ്? യേശു ജനിച്ചു എന്നുള്ളതല്ല. യേശു ഉയർത്ത പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി നിത്യമായി മാധ്യസ്ഥം ചെയ്യുന്നു. അതിനാൽ പ്രധാന പുരോഹിതനായ ഈ മിശിഹായോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും എന്നുള്ളതാണ് ഈ സദ്വാർത്ത. ഇനിയും നമ്മുടെ മിഷൻ ഫീൽഡ് എന്താണ്? എവിടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്? അവിടെ ഗ്രീക്ക് ഭാഷയിൽ കെറൂക്സത്തേത്തോ എവങ്കേലിയോൺ പാസെ തേ തീസൈ, announce the good news to the whole creation. മനുഷ്യരോട് അറിയിക്കാനല്ല പറഞ്ഞത്, to the whole creation. അപ്പോൾ ഇവിടെ ക്രിയേഷൻ എന്നുള്ളത് കൊണ്ട് ഈ പ്രപഞ്ച വസ്തുക്കളെ ആണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒരു പക്ഷേ അല്ല. എന്നാൽ മനുഷ്യരൂപമുള്ള ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട സർവ്വ മനുഷ്യരും, ഭൂഖണ്ഡങ്ങളോ അല്ലെങ്കിൽ വംശ വ്യത്യാസങ്ങളോ ഭാഷാ വ്യത്യാസങ്ങളോ കളർ വ്യത്യാസങ്ങളോ ഒന്നും ഇതിൽ ഇതൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നില്ല. പിന്നെയോ എല്ലാ ദൈവമക്കളുടെ അടുത്തേക്കും ഈ സന്ദേശം പോകണം എന്ന് കർത്താവ് പറഞ്ഞു. ഇനിയും വാട്ട് ഈസ് ദ മെത്തഡോളജി? ഗോ ആൻഡ് പ്രീച്ച്. ഗോയിങ് ഔട്ട്, പ്രീച്ച്. അപ്പോൾ അവനവൻ്റെ കംഫർട്ട് സോൺ വിടാതെ പ്രീച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കെല്ലാവർക്കും നമ്മുടെ ഒരു കംഫർട്ട് സോണുണ്ട്. അത് വീടായിരിക്കാം, കുടുംബമായിരിക്കാം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളാകാം. നമ്മൾ വി ആർ അറ്റ് ഹോം ദയാ. അത് വിട്ട് പുറത്തോട്ട് പോകുമ്പോൾ നമുക്കൊരു അരക്ഷിതാവസ്ഥ തോന്നും. അതിനെയാണ് കംഫർട്ട് സോൺ എന്ന് വിളിക്കുക. ഇവിടെ കർത്താവ് പറയുന്നത് യു ഗോ ഔട്ട് ആൻഡ് പ്രീച്ച്. ഇവിടെ മുമ്പ് കാലത്ത് ഈ മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാതിരുന്ന കാലങ്ങളിൽ ഒരു രാജാവിന് പ്രജകളോട് എന്തെങ്കിലും അറിയിക്കണമെങ്കിൽ എന്താണ് മാർഗം? കുതിരപ്പുറത്ത് പട്ടാളക്കാരെ വിടും. അവരെ കാഹളം മുഴക്കും. കാഹളം മുഴങ്ങുന്ന കേൾക്കുമ്പോൾ ജനങ്ങൾ ഓടിക്കൂടും. ഒരു കവലയിൽ 100-500 പേര് കൂടുകയാണെങ്കിൽ അവരോട് രാജാവിൻ്റെ കൽപ്പന എന്താണ് എന്ന് പറയും. അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് കൂടും. ഇങ്ങനെയാണ് അവർ ഓടിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് ഇതേ സ്റ്റൈലിലാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കെറിഗ്മ എന്നുള്ള വാക്ക് പറയുന്നത് കാഹളം മുഴക്കുക എന്നുള്ള ആ വാക്കിൽ നിന്നാണ്. അതിനാൽ രാജാവിൻ്റെ ഒരു സേവകനായി ഇങ്ങനെ വിളിച്ചു പോകുന്ന ജനങ്ങളോട് ഈ സദ്വാർത്ത അറിയിക്കുന്ന ഒരു റോളിലാണ്, കിങ്സ് ഹെറാൾഡ്, ഈ രാജസേവകൻ്റെ റോളിലാണ് ഓരോ മിഷണറി. ഈ റോമർക്ക് എഴുതിയ 10-ാം അധ്യായം 10-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൃദയത്തിൽ വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും അധരങ്ങൾ കൊണ്ട് പ്രഘോഷിക്കുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ഇവിടെ 2 തന്മൂലമുണ്ട്. ഹൃദയത്തിൽ വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും, അധരങ്ങൾ കൊണ്ട് പ്രഘോഷിക്കുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും പറയും എനിക്ക് ഹൃദയത്തിൽ വിശ്വാസമുണ്ട്, പക്ഷേ അതുകൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വേറൊരാളുടെ മുമ്പിൽ നിന്ന് ഈ വചനം പ്രസംഗിക്കാൻ എനിക്ക് ധൈര്യം തോന്നുന്നില്ല, എനിക്ക് ലജ്ജയാണ്, പേടിയാണ്, സഭാകമ്പമാണ്. ഹൃദയത്തിൽ വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടും.
വാക്കുകൾ കൊണ്ട്, വചനം കൊണ്ട് പ്രഘോഷിക്കണം. തന്മൂലം നീ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു കത്തോലിക്കാ സഭയിലെ ആത്മീയത കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. വെച്ച കഞ്ഞിയും കുടിച്ച് പഠിച്ച പ്രാർത്ഥനയും ചൊല്ലി ഞാൻ ഈ മൂലയ്ക്ക് ഇരുന്നോളാം എന്ന് പറയുന്ന ഒരു ആത്മീയതയാണ് പലർക്കും ഉള്ളത്. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ രക്ഷ പ്രാപിക്കണമെങ്കിൽ എൻ്റെ വചനം, എൻ്റെ രക്ഷയുടെ സന്ദേശം നീ വേറൊരാൾക്ക് കൊടുത്തിരിക്കണം, എന്നാലേ നീ രക്ഷ പ്രാപിക്കുകയുള്ളൂ. ഇത് ഇറ്റ്സ് എ ബൈൻഡിങ്, ഇത് ഓപ്ഷനല്ല. യു ഹാവ് നോ ഓപ്ഷൻ, ഇറ്റ്സ് ബൈൻഡിങ്, ഒബ്ലിഗേറ്ററി. ഇത് കേൾക്കുന്ന പാപികൾ അല്ലെങ്കിൽ മാനസാന്തരപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം they have to believe in the good news and get baptized, എന്നാൽ അവർ രക്ഷ പ്രാപിക്കും. പ്രൊട്ടസ്റ്റന്റ് സഭകൾ, പ്രത്യേകിച്ച് ലൂതറിൻ്റെ കാലം മുതൽ സോള ഫീദസ്, നീ രക്ഷ പ്രാപിക്കണമെങ്കിൽ വിശ്വാസം മാത്രം മതി, നീ കർത്താവിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞാൽ മതി. ചില പ്രൊട്ടസ്റ്റന്റ് സഭകൾ ചെയ്യുന്ന പോലെ കർത്താവിൽ വിശ്വസിക്കുന്നവരെ കൈപൊക്കിയാൽ നീ രക്ഷ പ്രാപിക്കും. അല്ലെങ്കിൽ ചില പാസ്റ്റർമാർ പറയും, ഇവിടെ വന്ന് മുട്ടുകുത്ത്, അങ്ങനെ മുട്ടുകുത്തുന്നവനൊക്കെ രക്ഷ പ്രാപിക്കും. അങ്ങനെ ഒരു വിശ്വാസം നമുക്കില്ല എന്നുള്ള കാര്യം നമ്മൾ പറയണം. ഒന്ന്, സഭയിൽ ഉൾച്ചേർക്കപ്പെടണം. കാരണം സഭയാണ് രക്ഷയുടെ സമൂഹം, രക്ഷയുടെ അടയാളം. നമുക്കറിയാം, ഹ്യൂമൻ എംബ്രിയോളജി, പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും യോജിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ അത് വേരുറപ്പിക്കുമ്പോഴാണ് അതൊരു ഹ്യൂമൻ എംബ്രിയോ ആയിത്തീരുന്നത്. അവിടുന്ന് ശേഷമാണ് ഒരു സെല്ല് 2ആയിട്ടും 2 4ആയിട്ടും 4 8ആയിട്ടും 16ആയിട്ടും 32ആയിട്ടും ഒക്കെ വിഭജിച്ച് ചടികിടാന്ന് ആ കുഞ്ഞ് വളരുക. അതിൻ്റെ ഇംപ്ലാന്റേഷൻ, ഗർഭാശയ ഭിത്തിയിൽ വേരുകൾ ഉറപ്പിച്ച് ഓക്സിജനും രക്തവും വലിച്ചെടുക്കുന്നിടം വരെ ഈ എംബ്രിയോ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഹ്യൂമൻ എംബ്രിയോ ആണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെ വിശ്വസിക്കുന്ന ഒരാൾ ഈ നമ്മുടെ മാമോദിസ ശുശ്രൂഷയിൽ പറയുന്നു, മാമോദിസ തൊട്ടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ വൈദികൻ ചൂടുവെള്ളവും പച്ചവെള്ളവും ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ ഇത് ആത്മീയമായ ഉദരവും അനശ്വരതയെ വാർക്കുന്ന മൂശയുമായി തീരണമേ. ഒരു കുഞ്ഞ് മാമോദിസ തൊട്ടിയിൽ ദൈവത്തിൻ്റെ കുഞ്ഞായി വീണ്ടും ജനിക്കുമ്പോൾ ആ മാമോദിസ തൊട്ടി സഭയുടെ ഉദരത്തിൻ്റെ രൂപമാണ്. ഈ മാമോദിസ സ്വീകരിച്ച കുഞ്ഞ്, മാതാപിതാക്കന്മാർ അതിനെ നിരന്തരമായിട്ട് പള്ളിയിൽ കൊണ്ടുവരുന്നു. അത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പള്ളിയിലെ പാട്ടാണ് പാടുക. അത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ സങ്കീർത്തനങ്ങൾ ചൊല്ലിത്തുടങ്ങും, പ്രാർത്ഥനകൾ ചൊല്ലിത്തുടങ്ങും. ഭാഷ പഠിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥന പഠിച്ചു തുടങ്ങും. ഒരു വിശ്വാസത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു കുഞ്ഞ് ഉൾച്ചേർക്കപ്പെടുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ അത് വളരുവാനായിട്ട് സാധിക്കും. അതിനാൽ ഈ ശിശുവിനെ നെയോഫൈറ്റ് എന്നാണ് വിളിക്കുക. നെയോ എന്ന് പറഞ്ഞാൽ പുതിയത്, ഫൈറ്റ് എന്ന് പറഞ്ഞാൽ സസ്യം അല്ലെ വൃക്ഷം എന്നൊക്കെ അർത്ഥമുണ്ട്. ഫൈറ്റോളജി സസ്യശാസ്ത്രമാണ്. അതുകൊണ്ട് നമ്മുടെ മാമോദിസ ക്രമത്തിൽ പറയുന്നു, ഈ ശിശു ദൈവരാജ്യത്തിലെ ഒരു നടുതല എന്ന് അതിനെ വിളിക്കാറുണ്ട്. നടുതല എന്ന് പറഞ്ഞാൽ നഴ്സറിയിൽ പാകിക്കിളിപ്പിച്ച ഒരു സസ്യത്തെ കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ നമ്മൾ ഓപ്പൺ എയറിൽ പറിച്ചു നടുകയാണ്. ഇതുപോലെ ഒരു പരിരക്ഷയിൽ വളർന്ന കുഞ്ഞിനെ നമ്മളിപ്പോൾ സഭയാകുന്ന ശരീരത്തിലേക്ക് പറിച്ചു നടുകയാണ്. അതുകൊണ്ട് മാമോദിസയുടെ ആവശ്യകതയുണ്ടോ എന്ന് ഇന്ന് പലരും ചോദിക്കുന്നുണ്ട്. അവർ പറയും,
കർത്താവിൻ്റെ വലതുഭാഗത്ത് തൂക്കപ്പെട്ട കള്ളൻ മാമോദിസ മുങ്ങിയില്ലല്ലോ. കർത്താവിനോട് പറഞ്ഞില്ലേ, ഇന്ന് നീ എന്നോടുകൂടി പർദീസായിലായിരിക്കും. അതുകൊണ്ട് മാമോദിസ രക്ഷയ്ക്ക് ആവശ്യമല്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ വിശുദ്ധ ഈ അപ്പസ്തോലന്മാരെല്ലാം സ്ലീഹന്മാരെല്ലാം സഭയുടെ കോണ്ടെക്സ്റ്റിലാണ്. അവന് കർത്താവിൻ്റെ വലതുഭാഗത്ത് നോക്കിക്കിടന്നപ്പോൾ സഭയുടെ കോണ്ടെക്സ്റ്റിലല്ല അവൻ രക്ഷിക്കപ്പെടുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സഭയോട് ഉൾച്ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് ഈ രക്ഷയുടെ സമൂഹത്തിൽ നമ്മൾ പങ്കുകാരാകുമ്പോഴാണ്, പ്രത്യേകിച്ച് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഉൾക്കൊള്ളുമ്പോഴാണ് സഭയുടെ പൂർണ്ണമായ അംഗമായി ഒരു ശിശു തീരുന്നത്. അമ്മയുടെ രക്തവും കുഞ്ഞിൻ്റെ രക്തവും ഒരേ സിരകളിലൂടെ ഓടുന്നു എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ തിരുശരീരവും രക്തവും നമ്മളോട് ചേർന്ന് നമ്മുടെ ഒരേ സിരകളിലൂടെ ഓടുമ്പോഴാണ് കർത്താവുമായിട്ടും കർത്താവിൻ്റെ സഭയുമായിട്ട് നമ്മൾ ചേർത്ത് ഒട്ടിക്കപ്പെട്ട് ഗ്രാഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ക്രിസ്തു ഭക്തർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർക്ക് ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്. വല്ലപ്പോഴും അവർ കൂടി വരും, ക്രിസ്തുവിനെ പാടിപ്പുകഴ്ത്തും. പക്ഷേ അവർക്ക് മാമോദിസ ഇല്ല, കൂദാശകളൊന്നുമില്ല, അവർക്ക് സഭയുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ സഭയിൽ കുറേ പേര് അതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ക്രിസ്തുഭക്തർ. ക്രിസ്തുഭക്തർ ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ സുവിശേഷ സത്യങ്ങളുമായിട്ട് അത് പൊരുത്തപ്പെടുന്നില്ല. വിശ്വസിക്കുന്നവർ മാമോദിസ സ്വീകരിച്ച് സഭയോട് ഉൾച്ചേർന്ന് ജീവിക്കണം. വിശ്വസിക്കാത്തവർക്ക് എന്ത് പറ്റും? ജഡ്ജ്മെൻറ്റ് എന്നുള്ള ഗ്രീക്ക് വാക്ക് ക്രീസിസ് എന്നാണ്. അതിൽ നിന്നാണ് ക്രൈസിസ് ഉണ്ടാകുന്നത്. പക്ഷേ രണ്ട് മീനിങ്ങാണ്. ഗ്രീക്ക് ഭാഷയിൽ ക്രീസിസ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷനാണ്. വിത്തും പതിരും, കളയും വിളയും, ദുഷ്ടനും ശിഷ്ടനും, കോലാടുകളും ചെമ്മരിയാടുകളും, അങ്ങനെയാണല്ലോ അതിൻ്റെ ഭാഷ്യം. അപ്പോൾ ഈ സെപ്പറേഷൻ നടത്തുന്നതാണ് ജഡ്ജ്മെൻറ്റ്. കർത്താവ് പറഞ്ഞു, ഒരു വലിയ സെപ്പറേഷൻ വരാൻ പോകുന്നു. ബിലീവേഴ്സ്, അൺബിലീവേഴ്സ്. വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവരോ തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കാത്തത് മൂലം ഇപ്പോൾ തന്നെ വിധിക്കപ്പെട്ടിരിക്കുന്നു. അവർ മരണം വരെ പോകേണ്ട കാര്യമില്ല, ഇപ്പോൾ തന്നെ അവർ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹായുടെ 3-ാം അധ്യായം 14-ാം വാക്യം പറയുന്നത്. വിശ്വസിക്കുന്നവരോടുകൂടി പല അടയാളങ്ങൾ ചേർന്നിരിക്കും. പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല, രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സുഖം പ്രാപിക്കും. അപ്പോൾ വിശ്വസിക്കുന്ന സഭയ്ക്ക് അല്ലെങ്കിൽ അംഗങ്ങൾക്ക് പല അത്ഭുതകരമായ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇന്ന് നമുക്ക് ഈ അടയാളങ്ങളെക്കുറിച്ച് പറയാനുള്ളത്, അടയാളങ്ങൾ എപ്പോഴും അവിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിശ്വാസികൾക്ക് വേണ്ടിയിട്ടല്ല അടയാളം, അവിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിശ്വാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും ഒക്കെ വളരെ പ്രസക്തിയുണ്ട്. കാരണം അവരുടെ ശ്രദ്ധ ആകർഷിക്കാനും അവരുടെ വിശ്വാസം പിടിച്ചു പറ്റാനും ഒക്കെ ഈ അത്ഭുതങ്ങളും രോഗശാന്തികളും ഒക്കെ സഹായിക്കും. എന്നാൽ വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയാൻ പാടില്ല. കാരണം നമ്മളിതെല്ലാം വിശ്വസിച്ച് പോകുന്നവരാണ്. നമുക്ക് അതിനൊരു പ്രൂഫ് ആവശ്യമില്ല, പ്രൂഫിന് വേണ്ടി നമ്മൾ തിരയുന്നില്ല. കാരണം അതുപോലെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കും. പലരും സർപ്പങ്ങളെ പിടിച്ചതുവഴി ദംശനകൾക്കുകയും മരിക്കുകയും ചെയ്തവരുണ്ട്. ഈ അടുത്തിടെ ഒരു വർഷം മുമ്പ് ആരോ ഒരു യൂട്യൂബ് അയച്ചു തന്നിരുന്നു. ഒരാൾ ആഫ്രിക്കയിലെ ഒരു പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം എൻ്റെ ദേഹത്തൊഴിക്കുക, എൻ്റെ ദേഹത്തൊന്നും പറ്റുകയില്ല.
അത് കഴിഞ്ഞ് അവർ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ വേദന സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ 1 മൈൽ ഓടുന്ന ഒരു ചിത്രം കാണിച്ചു. ആരും സാഹസത്തിന് മുതിരണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ രോഗശാന്തികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഇവയൊക്കെ ഉള്ളത് തന്നെയാണ്. ശ്ലൈഹിക കാലത്ത് മാത്രമല്ല, ഇന്നും അതുണ്ടാകാം. ശുദ്ധാത്മാവ് സഭയിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, അപ്പസ്തോലന്മാർ പുറത്തുപോയി കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവർ ഈ സദ്വാർത്ത ജനത്തിന് കൊടുത്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, തു കുറിയു സുനർഗൂന്തൂസ്, the Lord working together with them. That is the synergy between the Lord and the apostles. സിനർജി എന്നൊരു വാക്കുണ്ട്. കൈകോർത്തുക. ഒരാൾ പ്രവർത്തിക്കുമ്പോൾ വേറൊരാൾ അവരുടെ കരത്തോട് ചേർത്ത് പ്രവർത്തിക്കുക എന്നുള്ളത്. കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചു. അടയാളങ്ങൾ കൊണ്ട് അവരുടെ വചനം സ്ഥിരീകരിച്ചു എന്നാണ് പറയുക. നമ്മൾ പ്രവർത്തിക്കുമ്പോഴും കർത്താവ് നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കണം. നമ്മൾ പ്രീച്ച് ചെയ്യുന്ന ഈ വചനം കർത്താവ് അടയാളങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുത്തണം, സ്ഥിരീകരിക്കണം. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ സ്വർഗാരോഹണം ആണ് അടുത്ത മർക്കോസിൻ്റെ 16 കർത്താവ് ഉയർത്തു, സ്ലീഹന്മാരെ ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കൂദോശീത്ത മുതൽ ഇന്നു വരെയുള്ള ഞായറാഴ്ചകളിൽ ഈ സുവിശേഷ വ്യാഖ്യാനം, സുവിശേഷ പഠനം ഞാൻ നടത്തിക്കൊണ്ടിരുന്നു. ഇനി ഈ കൂദോശീത്തോ ഞായർ മുതൽ വേറൊരാൾ ഈ ദൗത്യം ഏറ്റെടുക്കുകയാണ്. എന്നെ ശ്രവിച്ച, എന്നോടൊപ്പം പഠിക്കാൻ സാധിച്ച ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ദൈവത്തിന് മഹത്വവും ദൈവവചനത്തിന് പ്രചാരവും ലഭിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ക്ഷമയോടെ എന്നെ അനുധാവനം ചെയ്തതിന് നന്ദിയുണ്ട്. കാരണം ഞാൻ കഥകളോ ഉപകഥകളോ ഒക്കെ പറയുന്ന രീതിയല്ല അവലംബിച്ചത്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിളിനെ ബൈബിള് കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന രൂപത്തിലാണ് അവതരിപ്പിച്ചത്. കാരണം ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് ഈ കഥകളൊക്കെ ഒരു ഇല്ലസ്ട്രേഷന് സഹായിക്കും. പക്ഷേ ബൈബിൾ വ്യാഖ്യാനം ചെയ്യേണ്ടത് ബൈബിളിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ ടെക്സ്റ്റ് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലർക്ക് ബോറിംഗ് ആയി കാണും, ചിലർക്ക് ഉപകാരപ്പെട്ട് കാണും. പക്ഷേ എൻ്റെ മെത്തഡോളജിയിൽ നിന്ന് വ്യത്യാസപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതും വാസ്തവമാണ്. എല്ലാവർക്കും നന്ദി. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ.